അള്ളാഹുവിന് മാത്രം അർഹമായിട്ടുള്ള, അവന് മാത്രം നൽകാൻ സാധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ആ പ്രപഞ്ചത്തിൽ അവന് മാത്രമാണ് സൃഷ്ടാവും ആരാധ്യനായിട്ടുള്ളവനെന്ന് ആ സൂറത്തിൽ ആവർത്തിച്ച് അള്ളാഹു സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിലാണ് ആ റിസ്കിനെ സംബന്ധിച്ച്, ഉപജീവനത്തെ സംബന്ധിച്ചുള്ള ആ ഒരു ചോദ്യം കടന്നു വരുന്നത്. 2 തവണ അതേ കാര്യം അള്ളാഹു ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം അവനാണ് ഭൂമിയിലുള്ള അവന്റെ സർവ്വ സൃഷ്ടികൾക്കും ആ ഉപജീവനം നൽകുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അങ്കബൂത്തിന്റെ 60-ാമത്തെ വചനത്തിൽ വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും, അള്ളാഹു പറയുന്നുണ്ട്, സ്വന്തം ഉപജീവനത്തിന്റെ ചുമതല വഹിക്കാത്ത ഭൂമിയിലുള്ള എത്ര ജീവികളുണ്ട്. അല്ലാഹു യർസുഖുഹാ വഇയ്യാകും, അള്ളാഹുവാണ് അവക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത്. അപ്പോൾ മനുഷ്യന് മാത്രമല്ല, ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളുടെയും അന്നദാതാവായിട്ടുള്ളവൻ അർ റസാഖ്. നേരത്തെ ആ ഹദീസിലും റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ നേരാം വണ്ണം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ ല റസഖക്കും കമാ യർസുഖു ത്വയ്റ, പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്നുള്ളത് മറ്റൊരു മനോഹരമായിട്ടുള്ള കാര്യം. ഈ സൂറത്തുൽ അങ്കബൂത്തിന്റെ തൊട്ടുമുമ്പുള്ള ആയത്തിൽ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു ഭരമേൽപ്പിക്കുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ഈ പക്ഷികളുടെ ഉപജീവനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സാന്ദർഭികമായിട്ട് ഓർക്കുന്നത്, ഇപ്പൊ നിലവിലുള്ള ബൈബിളിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യേശുക്രിസ്തു പറഞ്ഞതായിട്ട് അവർ ഉദ്ധരിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ, നിങ്ങൾക്കൊരിക്കലും 2 യജമാനന്മാരെ ഒരേ സമയത്ത് സേവിക്കാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾ ഒരാളെ കൂടുതൽ സ്നേഹിക്കും, അതല്ലെങ്കിൽ മറ്റേ ആളോട് വിരോധം കാണിക്കും. ഇപ്പൊ 2 യജമാനന്മാർ, ഒന്ന് ദൈവവും മറ്റേത് സമ്പത്തുമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ നാളെ എന്ത് കുടിക്കും, നാളെ എന്ത് ഉടുക്കും, അതിനെ സംബന്ധിച്ച് ഓർത്ത് നിങ്ങൾ പരിഭ്രാന്തരാകരുത്. ആകാശത്തുള്ള പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അവ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായിട്ടുള്ള ദൈവം അവരെ തീറ്റുന്നു. നിങ്ങൾ അവയേക്കാൾ മൂല്യമുള്ളവരല്ലേ? അതാണ് ചോദ്യം. ഇപ്പൊ ചുരുക്കത്തിൽ ആ സർവ്വ സൃഷ്ടികളുടെയും അന്നദാതാവായിട്ടുള്ളവനാണ് അള്ളാഹു. അന്നല്ലാതെ ഒന്നിനും, ഒരു സൃഷ്ടിക്കും ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. എല്ലാം അതിനെ ആശ്രയിക്കുന്നു, എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിന്റെ ഒരു മറുവശം എന്താന്ന് വെച്ചാൽ, അന്നം കഴിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സൃഷ്ടാവാകാൻ അല്ലെങ്കിൽ ദൈവമാകാനും കഴിയില്ല. കാരണം അതൊന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അന്നം നൽകുന്നവന് മാത്രമേ സൃഷ്ടാവാകാനുള്ള യോഗ്യത ഉള്ളൂ എന്നുള്ളത് അർ റസാഖ് എന്നുള്ള നാമം.